അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ പോയി, പോകുന്നു, പോകാം അല്ലെങ്കിൽ പോകട്ടെ എന്നിങ്ങനെ വാക്കുകൾ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കോണ്ടെക്സ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നീ ഇപ്പോൾ എവിടെയാണ്, വൈനി ഇൻത എന്ന് ചോദിക്കും. നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഞാനിപ്പോൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതിന് വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെയാണ് പറയാം? പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് നമുക്ക് റായഹ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാം. റായഹ് എന്ന് പറയാം. ഓക്കെ, ശരിക്ക് ഈ വാക്ക് ലിറ്ററൽ അറബിയിൽ റായഹ് എന്നാണ് വരിക. അതായത് റാഹ എന്ന് പറഞ്ഞാൽ പോയി, അതിന് റായഹ് എന്നാണ്. പക്ഷേ സ്പോക്കണിലേക്ക് വരുമ്പോൾ റായഹ് എന്നാണ് പിന്നെ സംസാരത്തിലേക്ക് വരിക. അപ്പോൾ റായഹ് എന്ന് ഉപയോഗിക്കാം. റായഹ് ഞാൻ എന്നുള്ളതിന് നമുക്കറിയാം അന. അപ്പോൾ അന റായഹ്, അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നായി. ഇനി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓഫീസിലേക്കാണ്. അപ്പോൾ അന റായഹ് അൽ മക്തബ്. സിമ്പിൾ. അന റായഹ് അൽ മക്തബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇനി ഞാൻ എന്നത് ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഈ റായഹ് എന്നുള്ളത് എന്താക്കിയാൽ മതി? റായഹ എന്ന് ആക്കിയാൽ എന്തായി? ഒരു പെണ്ണ് പറയുന്ന രൂപത്തിലായി. അപ്പോൾ ഇത് റായഹ് എന്നാണ് പറയുക. റായഹ് ഇതാണെന്നുണ്ടെങ്കിൽ റായിഹ എന്നും പറയാം. ഓക്കെ, അപ്പോൾ അന റായിഹ് അൽ മക്തബ് എന്നൊരാണിന് പറയാം, അന റായിഹ അൽ മക്തബ് എന്നൊരു പെണ്ണിനും പറയാം. ഇനി ഈ മക്തബിന് പകരം ഓരോ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ പേര് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ പറയാവുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യാം? അന റായിഹ് അൽ മുസ്തഷ്ഫ എന്ന് പറയാം. ഓക്കെ, ഇനി ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അന റായിഹ് അൽ മത്വാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഉദാഹരണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇനി അടുത്ത കോണ്ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി അവൻ പോയിക്കൊണ്ടിരിക്കുന്നു, നീ പോയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതും ഇതേ രൂപത്തിൽ തന്നെ സെയിം പാറ്റേണിൽ നമ്മൾ പോവുക. റായഹ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. ഈ റായഹ് എന്ന വാക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുക? ഇപ്പോൾ അന എന്നുള്ളതിന് നമ്മൾ റായഹ് എന്നുള്ളത് ഉപയോഗിച്ചു. പിന്നെ സ്ത്രീലിംഗത്തിനാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു? നമ്മൾ റായിഹ എന്ന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. റായിഹ. ഓക്കെ, അപ്പോൾ ഇതിൽ ഹുവ എന്ന് ഉപയോഗിക്കുന്നിടത്ത്, അതായത് അവൻ എന്ന് ഉപയോഗിക്കുന്നിടത്ത് അവൻ പോയി അല്ലെങ്കിൽ അവ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ എന്ത് ചെയ്യാം? റായിഹ് എന്ന് പറയാം. കാരണം ഹുവ എന്നുള്ളത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇൻത എന്ന് പറയുന്നിടത്തും, ഇൻത എന്നുള്ളത് ഒരാണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇൻത റായിഹ് എന്ന് പറയാം. നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ സ്ത്രീലിംഗത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി? ഹിയ എന്നുള്ളതാണ് അവൾ എന്നതിന്, അല്ലെ? ഇൻതി എന്ന് പറഞ്ഞാൽ എന്തായി? നീ എന്നുള്ളത് ഒരു പെണ്ണിന്. ഇൻതി, ഇൻതി, ഹിയ, ഇൻത, ഹുവ. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. അവൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഹുവ റായിഹ്, നീ പോയിക്കൊണ്ടിരിക്കുന്നു, അതായത് ഒരാണ് പോയിക്കൊണ്ടിരിക്കുന്നു, ഇൻത റായിഹ് എന്ന് പറയാം. ഇനി അവൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഹിയ റായിഹ എന്ന് പറയാം. ഇനി ഇൻതി, അവളൊരു പെണ്ണാണ്, സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇൻതി റായിഹ. ഇനി എന്ത് മതി? ഇനി ഇവിടെ ഓരോ സ്ഥലത്തിൻ്റെയും പേര് വെച്ച് കൊടുത്താൽ ആ സെൻറ്റൻസും ക്ലിയറായി. ഇല്ല, ഉദാഹരണം പറഞ്ഞാൽ അവൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടാണ്? ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ആ വൊക്കാബുലറീസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെയും അതേപോലെ ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞാൽ ഇതും ക്ലിയറായി. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും അവൻ പോയിക്കൊണ്ടിരിക്കുന്നു, അവൾ പോയിക്കൊണ്ടിരിക്കുന്നു, നീ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് 2 കോണ്ടെക്സ്റ്റിൽ ആണും പെണ്ണും വെച്ചിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളാണ്. ഇനി നിങ്ങൾ 1-2 ആവർത്തി ഈ വീഡിയോ വീണ്ടും കണ്ട് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ പറയാൻ പരിശ്രമിക്കുക. അപ്പോൾ ഇതൊന്നുകൂടി എന്ത് ചെയ്യും? ക്ലിയർ ആവും. ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക്
പരിശോധിക്കേണ്ടത് എന്താണ്? ഇനി ഞങ്ങൾ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൂടി ഇനി ബാക്കിയുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്നുള്ളതിന് എന്താണ് വേർഡ് എന്നുള്ളതിന് നമുക്കറിയാം, നഹ്നു എന്നുള്ളതാണ് ഉപയോഗിക്കുക. നഹ്നു. പിന്നെ അഹ്ന എന്നും ഉപയോഗിക്കാറുണ്ട്. അഹ്ന അഹ്ന എന്നാണ് അതിന് പറയാം. ഓക്കെ. ഇനി അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ബഹുവചനമാണ്, പ്ലൂരലാണ് അല്ലേ? യെസ്. അപ്പോൾ റായിഹ് എന്നുള്ളത് സിംഗുലർ ഫോമാണ്, ഏകവചനമാണ്. അപ്പോൾ ഇത് ബഹുവചനം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റായിഹ് എന്നല്ല പറയാ, റായിഹൂൻ എന്നാണ് പറയാ. ഓക്കെ, റായിഹൂൻ. അപ്പോൾ നഹ്നു റായിഹൂൻ അല്ലെങ്കിൽ അഹ്ന റായിഹൂൻ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്ര ആളുകളുണ്ടോ, 2 or 3 എത്ര ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു പ്രയോഗം വരുന്നുണ്ടെങ്കിൽ അവിടെ റായിഹൂൻ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു സ്ഥലമാണെങ്കിൽ സ്ഥലം, ഇനി ഏതൊരു സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പേരുകളോടെ വെച്ചാൽ എന്തായി? അതും ക്ലിയറായി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയും? നഹ്നു റായിഹൂൻ അൽ മക്തബ്, ഞങ്ങൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഹ്നു റായിഹൂൻ അസ്സൂഖ്, ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നഹ്നു റായിഹൂൻ അൽ മദ്രസ, ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ, അവൻ, നീ, ഞങ്ങൾ, ഇത്രയും കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാമെന്നുള്ളത് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്.